ഈ ഈ പർട്ടിക്കുലർ ദിവസത്തിലേക്ക് എത്താൻ കഴിഞ്ഞ ഒരു 8 വർഷത്തെ രാവും പകലും 8 വർഷങ്ങളുടെ നിരന്തരമായിട്ടുള്ള രാവും പകലും ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ജേണിയുണ്ട്, ഒരു യാത്രയെന്ന് പറയുന്നത്. അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതാണ് അത്. ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നതല്ല, ആ ഒരു ജേണി തന്ന, അല്ലെങ്കിൽ ആ കഴിഞ്ഞ കാലങ്ങൾ തന്നിട്ടുള്ള, ആ കഴിഞ്ഞ കാലങ്ങളുണ്ടായിട്ടുള്ള സ്ട്രഗിൾസ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ സൊല്യൂഷൻസ് പലപ്പോഴും നിന്ന് പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് നിന്ന് പോയിട്ടുണ്ട്. ഇതൊന്ന് വിട്ടുപോകാൻ വേണ്ടി തോന്നിയിട്ടുണ്ട്, ഇതൊന്ന് മതിയാക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ട്, വേറെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാമെന്നുള്ള കാര്യം ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു. ശരിക്കും എന്താണ്, ആ ഒരു ജേണി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറയുന്നത്. അല്ല ഇപ്പോഴീ എത്തി നിൽക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നോർമലാണ്. ഇപ്പോൾ പുറത്തുനിന്നൊരു കാണുന്നവരൊക്കെ, അല്ലെങ്കിൽ ഇന്ന് ആദ്യമായിട്ട് ഈ പ്രോജക്റ്റ് കാണുന്നവർക്ക് ഇതിനകത്തൊരു വൗ ഫീലൊക്കെ ഉണ്ടാവും. പക്ഷേ അത്തരത്തിലും എന്താണ്, അത്തരത്തിൽ നമ്മളെ ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ല എനിക്ക് പേഴ്സണലി ഇപ്പോഴേത്. പക്ഷേ ആ ജേണി എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ എക്സ്പീരിയൻസാണ് എൻ്റെ ഒരു ബേസ്. ഞാനെന്ന് പറയുന്ന ആൾ ഒക്കെ എന്ന് പറയുന്നത് ആ ജേണിയിൽ നിന്ന് ഉണ്ടായതാണ്, അല്ലെങ്കിൽ ആ ജേണിയിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി തന്നതാണ്. അതാണ്. ഞങ്ങൾ വെറുതെ നമുക്കൊന്നും കിട്ടില്ല. ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെടണം. പ്രത്യേകിച്ച് ഒരു ബിസിനസ്സിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെടണം. അപ്പോൾ ചോദിച്ചും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്ന് ചോദിക്കും. അപ്പം ഞങ്ങൾക്ക് ഇത് വിട്ടു തോന്നാൻ പോകുന്ന, അല്ലെങ്കിൽ ഇത് നിർത്താം, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ നോക്കാം എന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ ബിസിനസ്സിൽ ഉണ്ടാവും. ഞാൻ പറയുന്ന വലിയൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ വലിയൊരു ഡ്രീം ടാർഗറ്റ് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എടുത്ത ഒരു രീതി എന്താണ്, അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ക്രൈസിസിലും ഞാൻ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചതെന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ് തുടരുക എന്നുള്ളതാണ്. ഏത് ക്രൈസിസിലും എന്ത് വലിയ സമ്മർദ്ദം വന്നു കഴിഞ്ഞാലും അതിനകത്ത് നമ്മൾ തുടരുക. ഒരു നിശ്ചിത സമയത്തിനപ്പുറം നമ്മൾ തുടർന്നു കഴിഞ്ഞാലും അത് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ചിലപ്പോൾ ആ ഒരു പ്രശ്നമായിരിക്കും, ഒരു പ്രശ്നത്തിലായിരിക്കും നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ പ്രശ്നം ഓട്ടോമാറ്റിക്കലി അത് സ്വയം ഹീലാവും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ, അല്ലെങ്കിൽ ഒരു ആൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രവൃത്തി ആ പ്രശ്നത്തിന് സോൾവ് ചെയ്യിപ്പിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കി. ഇത് ഏതെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ ആ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ക്രൈസിസുകളിൽ ഹോൾഡ് ചെയ്യുക, തുടരുക എന്നുള്ളതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്.